ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെന്നാ വരുന്നത്? തിരുവനന്തപുരത്തു നിന്നല്ലേ? അതെ. മണിമാല കൊണ്ടുവരുന്ന കാര്യം വല്ലതും കല്യാണി മോള് പറഞ്ഞായിരുന്നോ? അല്ല, അതവളുടെ കയ്യിൽ തന്നെ ഇല്ലേ? അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല തിരുമേനി. ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രധാനം. ഹലോ അച്ഛാ. മോളെ, സുഖമായിട്ടിരിക്കുന്നോ? അതെ അച്ഛാ. അച്ഛനോ? ഞാനിവിടെ തിരുമേനിയുടെ വീട്ടില. സുഖമായിരിക്കുന്നു. അമ്മ എന്തേ മോളെ? ഇവിടെ ഉണ്ട് അച്ഛാ. അച്ഛനാ. പിന്നെ അച്ഛൻ വിളിച്ചതേ കർമ്മം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിന്നോട് പറയാനാ. ഇലവങ്കോട് ക്ഷേത്രത്തിനടുത്തുള്ള പുഴക്കരയിൽ കർമ്മം നടത്താന്ന തിരുവേനി പറയുന്നേ. അവിടെ ആവുമ്പോ മറ്റാരും ശ്രദ്ധിക്കില്ലല്ലോ. മോള് ടൗണിൽ വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് വന്നാ മതി. ശരി അച്ഛാ, ഞാനിങ്ങ് വന്നേക്കാം. എന്നാ അച്ഛൻ വെക്കട്ടെ മോളെ. ആരാ ശിവദാസ? ഞാൻ ചിന്നുമോളെ വിളിച്ചതായിരുന്നു. മറ്റന്നാളത്തെ കാര്യം പറയാൻ. അവള് വരുമല്ലോ അല്ലേ? വരും. ഉറപ്പായും വരും. എങ്ങനെ വരുമെന്നാ കല്യാണി മോള് പറഞ്ഞത്? ബസ്സിലോ ടാക്സിയിലോ? അത് ഞാൻ ചോദിച്ചില്ല. എത്താമെന്നാ പറഞ്ഞത്. ഇവിടെന്നാ വരുന്നത്? തിരുവനന്തപുരത്തു നിന്നല്ലേ? അതെ. മണിമാല കൊണ്ടുവരുന്ന കാര്യം വല്ലതും കല്യാണി മോള് പറഞ്ഞായിരുന്നോ? അല്ല, അതവളുടെ കയ്യിൽ തന്നെ ഇല്ലേ? അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല തിരുമേനി.
ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ അതൊന്നും അല്ലല്ലോ പ്രധാനം. കർമ്മം നടക്കുന്നതല്ലേ പ്രധാനം. കല്യാണി വരട്ടെ, അവളെ നരിയും ആളുകളും പിടിക്കട്ടെ. എന്നാലേ അവൻ പിടിച്ചു വച്ചിരിക്കുന്ന എന്റെ മകളെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ. ഈശ്വര, അമ്മ കിടന്നില്ലായിരുന്നോ? ഇല്ല, ഞാൻ ചന്ദ്രലേഖയുടെ അടുത്തിരിക്കുകയായിരുന്നു. അർജുന്റെ പിറന്നാള് വരികയാണെന്ന് അറിയില്ലേ? ആ, എല്ലാ വർഷത്തെയും പോലെ ആഘോഷിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരാഘോഷം കഴിഞ്ഞതല്ലേ രമേ? അടുത്ത വലിയ ആഘോഷമൊക്കെ അവന്റെ കല്യാണത്തിന് മതി. അതല്ലേ നല്ലത്? അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഹും. എന്റെ മൂത്ത മകനല്ലേ അർജുൻ. അവന്റെ ഒരു കാര്യങ്ങളും ചെറുതാവുന്നത് എനിക്കിഷ്ടമല്ല. ഉം. ദേ കിടക്കുന്നു വേറൊരുത്തൻ, ഒരു ഗുണവും ഇല്ലാത്തവൻ. എന്റെ മൂത്ത മകൻ ജീവിക്കുന്നത് കുടുംബത്തിന്, ഇളയ മകൻ ജീവിക്കുന്നത് നാട്ടുകാർക്കും. എന്തായാലും ഞാൻ അർജുനോടൊന്ന് സംസാരിക്കട്ടെ. പിറന്നാൾ ദിവസം ഇനി വേറെന്തെങ്കിലും അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോന്ന് നമുക്കറിയില്ലല്ലോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ അർജുന്റെ കൂടെ വന്നാലും എനിക്ക് ജോലിക്ക് പോണം. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ചോയ്സ് തന്റേതാ. ഞാൻ ഇയാളെ വിവാഹം കഴിക്കുന്നതിലൂടെ താനേ കമ്പനിയുടെ MD ആവും. പിന്നെ ജോലിക്ക് വരേണ്ട കാര്യമില്ല. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ കുറിച്ച് കൂടുതൽ സാറിന് അറിയാത്തോണ്ടാ. എനിക്കിപ്പോഴും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. 3 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് എന്റെ കുടുംബത്തിലുണ്ട്. ഈ തലമുറ കൂടിയാലും സ്വത്ത് കുറയില്ല.